ചിലരുടെ മൂല്യബോധം സൃഷ്ടിച്ചത് മതങ്ങളാണ്. ചിലർക്ക് ഈ മതം ഇല്ലെങ്കിലും മൂല്യബോധം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മതവിശ്വാസം ഇല്ലാത്ത നാടുകളുണ്ട്, മനുഷ്യരുണ്ട്, അവർക്കൊന്നും മൂല്യബോധം ഇല്ലേ? ഏറ്റവും തീവ്രമായ മതപ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഞാൻ ഉദാഹരണം പറയാ, ആ രാജ്യങ്ങളിൽ ചെന്നാൽ മുമ്പേ നമ്മൾ പറഞ്ഞ നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരനെ, നിങ്ങളുടെ സഹജീവിയെ ദ്രോഹിക്കരുതെന്ന് ഏറ്റവും അധികം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരാണ്. അവിടെ ഒരു അന്യന് ശല്യമുണ്ടാക്കുന്ന ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാൻ പാടില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ശബ്ദം എൻ്റെ മതിലിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എൻ്റെ വീട്ടിൽ പാചകം ചെയ്താൽ മീൻ പൊരിച്ചതിൻ്റെ സ്മെല്ല് അപ്പുറത്തെ വീട്ടുകാരന് ശരിയാണെങ്കിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങളാണ് അവിടെ. അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ജനസമൂഹമാണ് അവിടെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം മലയാളികളോട് ചോദിച്ചാൽ അറിയാം, അവിടെ മറ്റൊരു മനുഷ്യൻ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. എല്ലാവരും സഹായിച്ചോളണമെന്നില്ല, പക്ഷെ ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. അത് തീവ്രമായ മതചിന്തകളുള്ള പലയിടത്തുമാണ് ഈ ഉപദ്രവം കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൂല്യബോധം തരുന്ന ഏജൻസികളിൽ ചിലത് കുടുംബമാണ്. ബഹുഭൂരിപക്ഷം പേര്, ഇപ്പം ഞാനൊക്കെ രൂപപ്പെട്ടത് എൻ്റെ കുടുംബത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. വേദോട ക്ലാസ്സിൽ നിന്നല്ല, വേദോട ക്ലാസ്സിൽ നിന്നൊന്നുമല്ല. കൊല്ലരുതെന്ന് വേദോടം പഠിച്ചിട്ട് വേണോ എനിക്ക് അറിയാൻ? വ്യഭിചാരം ചെയ്യരുതെന്ന് എന്നെ മതം പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? വേണോ? മോഷ്ടിക്കരുത് എന്നുള്ളത് പഠിക്കാൻ ഒരു മതം വേണോ പറയാൻ ഞാൻ? ഇതൊക്കെ സാമാന്യബോധമുള്ള കുടുംബത്തിൽ മാതാപിതാക്കൾ മര്യാദയ്ക്ക് വളർത്തി, അല്ലെങ്കിൽ ഒരു സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഞാൻ ഏതാണ് ഇഷ്ടപ്പെടുന്നത്? മോഷ്ടിക്കുന്ന ഒരാളാണോ, മോഷ്ടിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന ഒരാളാണോ, വ്യഭിചരിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കൊലപാതകയാണോ, കൊലപാതകം ചെയ്യാത്ത ഒരാളാണോ? ഇത് മാത്രം ചിന്തിച്ചാൽ എനിക്ക് ഉത്തരവില്ലേ ഞാൻ എങ്ങനെയാവണമെന്ന്? ഇല്ലേ? അതാണല്ലോ ഈ മൂല്യബോധം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയല്ലേ മതം പഠിപ്പിക്കുന്നത്? ഈ മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യൻ അറിയാത്ത കാര്യമായിരുന്നോ? എനിക്ക് എന്റെ ചിന്ത അല്ല, എന്റെ ചോദ്യം ഇതാണ്, മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യരാശിക്ക് അറിയത്തില്ലാത്ത കാര്യമായിരുന്നോ? അല്ലാന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ മതങ്ങൾ ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പം ആരെങ്കിലും ഒരാൾ നല്ല കാര്യം പറഞ്ഞു കേട്ട് അത് 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 കൊള്ളാമെന്ന് തോന്നുമ്പോ അതൊരു മതമായി. പറഞ്ഞത് അതിനു മുമ്പ് അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൊലപാതകം തെറ്റാണെന്ന് ഇപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞാല് പുതിയ നിയമം വരുന്നതിന് മുമ്പ് പഴയ നിയമമുണ്ട്. ഈ പഴയ നിയമത്തിലും ഈ പറഞ്ഞ മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തല്ലോ. അതിനുശേഷം യേശുക്രിസ്തുവും അതേ 10 കൽപ്പനകളെ നവീകരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ആ സമൂഹത്തില് അന്നത്തെ മനുഷ്യര് ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി കൊടുത്ത നിബന്ധനകളാണ്. അതിനർത്ഥം അന്ന് അതിന് വിരുദ്ധമായ അവിടെ ജീവിതം പലപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അതിലെ സംഭവങ്ങളും കഥകളും എല്ലാം ആ പറഞ്ഞിരിക്കുന്ന മട്ടിൽ തന്നെ എല്ലാം നടന്നു എന്നൊന്നും കരുതുന്നില്ല. എങ്കിൽ പോലും ചരിത്രത്തിലെ കുറെ സംഭവങ്ങളൊക്കെ അതുമായിട്ട് ചേർന്ന് പോയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മഹാഭാരതത്തിലെ പല സംഭവങ്ങളും നടന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനകത്തെ കുറെ കഥാപാത്രങ്ങളും കുറെ ജീവിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. കുറെയൊക്കെ ഫിക്ഷനും ആയിരുന്നിരിക്കാം. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഈ പുരാതന കഥകളിലെയും ഗ്രന്ഥങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും മത ഗ്രന്ഥങ്ങളിലെയും ഒക്കെ കാര്യങ്ങൾ സംഭവങ്ങൾ പറയുന്നത് എല്ലാം കൃത്യം അത് തന്നെ ആരും എഴുതി വെച്ചിട്ടില്ല. ഒന്ന് ബൈബിള് യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ ഇവർക്ക് ജീവിച്ചു നടക്കുന്ന കാലത്ത് ഇവരാരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോഡിഫൈ ചെയ്യുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ ദിവസം രാവിലെ നടന്നു പോകുമ്പോൾ നെൽക്കതിരൊരെണ്ണം അല്ലെ ഗോതമ്പ് ഒരെണ്ണം പറിച്ചെടുത്ത് കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞുള്ള ഒരാൾക്ക് എഴുതണമെങ്കിൽ കുറച്ച് ഭാവനയൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഈ അയാൾ തന്നെ എഴുതി കൊടുത്താലും ചിലപ്പോൾ അക്ഷരം തെറ്റ് വരും. അല്ല, ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഡയറി ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ പോലും പറ്റില്ല. ഇപ്പൊ സഞ്ചാരി ഡയറി കുറിപ്പ് എന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് പോലും അന്ന് പോയ യാത്രയുടെ സ്ക്രിപ്റ്റും ഉൾപ്പെടെയുള്ള വീണ്ടും എടുത്ത് വായിച്ചിട്ട് ആ വിഷ്വൽസ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഒരു 5 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സഞ്ചാരി ഡയറി കുറിപ്പ് ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പൊ എന്നേക്കാൾ വലിയ ആളുകളാണ് ബാക്കിയുള്ളവരെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അത്ര കഴിവുള്ള ആളല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണ രീതി ചിന്തിക്കുമ്പോൾ പോലും ഇത് എഴുതി വെക്കുകയും എഴുതി വെച്ചതെല്ലാം അതുപടി അദ്ദേഹം ആരാണോ ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പറഞ്ഞത് തന്നെ ആവണം എന്നൊന്നും നിർബന്ധമില്ല. അതിലൊക്കെ പല കാലഘട്ടങ്ങളിൽ ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നത്. അതോ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമാണെന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ ഒരു ബാല്യകാലത്തെ പല കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ 500 കൊല്ലം മുമ്പ് ഉള്ള ഒരു സാധനം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
1000 കൊല്ലം മുമ്പത്തെ അപ്പോൾ എത്ര 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 വ്യത്യസ്തവും വിചിത്രവുമായിരിക്കും ജീവിതങ്ങളും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയൊക്കെ ഒരു കഥകളായി കാണുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കാണാൻ പറ്റും. എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറേ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞതെല്ലാം. കുറച്ച് ചരിത്രം ഉണ്ടാവാം. കാരണം ഉദാഹരണം പറഞ്ഞാൽ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് പ്രതിരോധത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും പാണ്ഡിത്യം എനിക്കില്ലതാനും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. പിന്നെ മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പോ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് ഇതിൽ പോലും ചിലപ്പോൾ ഞാൻ നർക്കിക്കും. എന്താന്ന് വെച്ചാൽ ബൈബിൾ വായിച്ചാല് അഗസ്റ്റസ് സീസറിന്റെ കാലത്തായിരുന്നല്ലോ സെൻസസ്. ജൂയിഷ് ഇവരുടെ അമ്പലം പൊളിക്കുന്നത് AD 40 ആ സമയത്താണ് ശരിക്കും. അപ്പം AD 40 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ ശരിക്കും ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന പലരും ഒരു 40 വർഷത്തെ ഒരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കും. അല്ല, അതിനകത്തെ കാര്യം ചരിത്രം തെറ്റിപ്പോയതല്ലത്. ഈ കഥ അതിലേക്ക് ക്ലബ് ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റല്ല. മനസ്സിലായില്ലേ? ചരിത്രം തെറ്റാറില്ല. ചരിത്രമാണെങ്കിൽ ചരിത്രവും കഥയും നമ്മൾ വ്യത്യാസമാണല്ലോ. ചരിത്രം തെറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചരിത്രം ശരിയായിരിക്കും. കാരണം ചരിത്രം 1 കഴിഞ്ഞേ 2 വരുള്ളൂ, 2 കഴിഞ്ഞേ 3 വരുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെയാണ് അതിന്റെ ക്രമം വരേണ്ടത്. അതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്ക് കഥ കൊണ്ടൊന്ന് ക്ലബ് ചെയ്യുമ്പോൾ ചിലപ്പം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതുമ്പോഴൊക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറെ ഭാഗം ചരിത്രമുണ്ട്, കുറെ ഫിക്ഷനും ഉണ്ട്. ഫിക്ഷൻ അല്ല, മീൻസ് സാഹിത്യം പോലെ അതിനകത്ത് പലതും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും ഇതൊക്കെ ബ്രില്യന്റ് വർക്കുകളാണെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. ഒരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു കോടാനുകോടി മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ആ സാഹിത്യമോ ആ ചരിത്രമോ അല്ലെങ്കിൽ ആ രേഖകളോ മാറിക്കഴിഞ്ഞു. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് മനുഷ്യരെ നന്മയിൽ ജീവിക്കാൻ, മനുഷ്യരെ ഉപദ്രവിക്കാതെ മനുഷ്യർക്ക് നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് പക്ഷേ അത് വേണമെന്നില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ. ഇത് ഇപ്പൊ കുറച്ച് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ റീസെന്റ് കുറച്ച് ട്രോളുകളൊക്കെ കണ്ടു. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര പണ്ട് വളരെ പ്രതിസന്ധിയിലൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ തിരിച്ചു പറയുന്നു. അപ്പൊ പൊതുവെ ഈ ഒരു നിലയിലൊക്കെ എത്തിയ ശേഷം എന്താണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രതിസന്ധി ഘട്ടമൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്. അതാ പറഞ്ഞു, ഇത് കേട്ട് കഴിവാണ്. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്ത ആളാണെന്നാണ് ഈ ട്രോൾ ഉണ്ടാക്കിയ ആൾ വിശ്വസിച്ചെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇന്ന് വരെ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നയാളാണ്. അതിനകത്ത് ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഞാൻ പള്ളിയിൽ പോയ ആളാ. മരങ്ങാട്ടുപള്ളിക്കാർക്ക് ആരോട് ചോദിച്ചാലും പറയും. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിലെ ഏറ്റവും എന്താണ് പള്ളിയിൽ പോയി ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ, അത് പല കാരണങ്ങളുണ്ട്. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ഞായറാഴ്ച ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടാവും. പല കാരണങ്ങളും. ഒന്ന്, ആ പള്ളിയിൽ ആണ് ഞായറാഴ്ച എൻ്റെ ഗ്രാമത്തിലെ ആളുകളെല്ലാം വരികയും ഞങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്ന എൻ്റെ ഒരു സോഷ്യലൈസേഷൻ അവിടെയാണ്. ഒന്ന്, എൻ്റെ സമൂഹം. 2, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈശ്വരവിശ്വാസി അല്ലെന്ന് തെറ്റായ ധാരണയാണ്. എനിക്ക് ഈശ്വരനെ കുറിച്ചൊരു ധാരണയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈശ്വരൻ ചെയ്യുന്ന വികൃതി എല്ലാം കാണിക്കുന്ന ഈശ്വരനല്ല. നിങ്ങളെ കുറച്ചുകൂടെ മാന്യൻ മാത്രമല്ല, നല്ല ബോധമുള്ള, ശാസ്ത്രബോധമുള്ള ഒരാളാണ് എൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ആ ദൈവത്തിന് ഭൂമി ഉരുണ്ടതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രപഞ്ചത്തിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളെ കുറിച്ചും
അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെ കുറിച്ചും അറിയാം. ആ ദൈവത്തിന് ഉള്ള കഴിവെന്താണെന്നറിയോ? സന്തോഷ് ജോർജ് കുളങ്ങര സമൂഹത്തോട് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് പോലും ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പോലും ഞാൻ എന്ത് പറയണമെന്ന് ആ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവവിശ്വാസിക്ക് അതല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ദൈവവിശ്വാസിയാണ് ഞാൻ. 100% ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാന് നിങ്ങൾ കരുതുന്ന ദൈവങ്ങള്, ദൈവത്തിന്റെ ചപലതകള്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദൈവത്തിന്റെ പടം ഒരു പള്ളി നമ്മൾ കാണുകയാണെങ്കിൽ, പള്ളികളിലാണെങ്കിൽ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നരച്ച താടിയും നരച്ച മുടിയൊക്കെ ഉള്ള ഒരു കക്ഷിയല്ലേ പലയിടത്തും പരിശോധിച്ചിരുന്നത്. ഇപ്പോഴല്ല, എന്റെ ബാല്യകാലത്തൊക്കെ അങ്ങനെയാ. മിനിമം ഈ ചെറുപ്പക്കാരനായ ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദറാണല്ലോ. അപ്പൊ ദൈവത്തിന് നരച്ച താടി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും വയസ്സായതായിരിക്കുമല്ലോ. അപ്പൊ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴോ മരിച്ചു. ദൈവങ്ങളുടെ സങ്കല്പം പലതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല എന്റെ ദൈവസങ്കല്പം. ഞാൻ പറഞ്ഞു വന്നത് അത്തരം ബാലിശമായി, അതായത് 500 കൊല്ലം മുമ്പത്തെ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഇന്ന് അതെല്ലാം നമ്മൾ പറയുന്നില്ല. പണ്ട് തന്നെ എന്റെ ബാല്യകാലത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പോവില്ല. ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്ന ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ഒപ്പീസ് ഇല്ലുകയും പള്ളി സെമിത്തേരി പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കുറെ വർഷങ്ങൾ കൊണ്ടേ ഇത് പോവുള്ളൂ. ഇപ്പൊ പക്ഷെ അധികം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ടോ? അല്ല, ഇത് ഞാന് കേൾക്കാറില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതുമില്ലെന്ന് പറയാതാകുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.